1952 ഈ പോളിടെക്നിക് ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഒരിക്കലും ഈ ബിൽഡിംഗ് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ അമ്മാമ്മയുടെ കൂടെ വന്നപ്പോൾ ഇവിടെ കണ്ടു. അപ്പം അന്നിവിടെ ഒരു BBR മൂർത്തി എന്നൊരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇതിന് പറ്റിയ കോഴ്സ് എന്താണെന്ന് പറയാം, ഞാൻ ഇന്റർമീഡിയറ്റ് പഠിച്ചതല്ലേ, ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, അതിന് ചേർന്നോട്ടെ. അങ്ങനെയാണ് ഞാനിവിടെ 52 പഠിക്കാൻ കഴിഞ്ഞത്. അന്ന് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഒരു അമേരിക്കൻ VSS ഗോപാലൻ എന്നൊരാളെ, അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കങ്ങളും ഒരു അമേരിക്കയിൽ ഒരു ആളുകളില്ല. അതായത് വർത്തമാനമൊന്നുമില്ല, എല്ലാം പ്രവൃത്തിയിൽ കാണിക്കണം. ഒരു ഉദാഹരണത്തിന് ഈ ബിൽഡിംഗ് വന്നതിന് ശേഷം ഇതിന് മുമ്പിൽ ഒരു പുൽത്തകരി ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായി. അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചേർന്ന സമയമാണ്. അപ്പം അങ്ങനെ രാവിലെ 6 മണിക്ക് വരണമെന്ന് പറഞ്ഞു. വർക്ക്ഷോപ്പിൽ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡ്രൈവറോട് വരാൻ പറഞ്ഞു. ഇദ്ദേഹം വന്നു. ഞാൻ കുട്ടികളെല്ലാം കൂടെ ബസ്സിൽ കടപ്പുറത്ത് പോയി. അന്ന് ബസ്സിൽ കടപ്പുറത്ത് വന്നാൽ ഒരു സാധനമില്ല, റോഡുണ്ടെന്നല്ലാതെ ഒന്നുമില്ല. ആ ഹൈഡ്രോജൻ ഫാക്ടറി മാത്രം ഉണ്ടാവുക. അവിടെ തന്നെ ഈ പുല്ലി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം കുറച്ച് നേരം അപ്പോഴത്തെ നോക്കി നിന്നുപോയി. അപ്പം ഈ പ്രിൻസിപ്പൽ VSS ഗോപാലൻ അമേരിക്കയിലാണ്. അപ്പം എന്നോട് പറഞ്ഞു, യു ആർ റിക്വയർഡ് ടു ഡു സം ജോബ്, നോട്ട് അഡ്മയർ അതേഴ്സ്. കാരണം അമേരിക്കക്കാരുടെ വെറുതെ നോക്കി രസിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നില്ല, അത് ചെയ്യണം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ഞങ്ങൾ പുൽത്തകൃഷി ഉണ്ടാക്കി കുറേ കാലം. അതായത് പഠിക്കുക മാത്രമല്ല, ഇങ്ങനത്തെ തൊഴിലുറപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ കാര്യങ്ങൾ ഇടപെടുന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അന്ന് ഈ അധ്യാപകരും ഇതെല്ലാം കൂടി ചേർന്നിട്ട് എല്ലാ പണികളും ചെയ്യായിരുന്നു. അപ്പം അത് എന്താ ഒരു നല്ല കാര്യമാണെന്നാണ് ഇപ്പോഴും എല്ലാവരുടെ അഭിപ്രായം. വെറുതെ പുസ്തകം വായിച്ചിട്ട് അത് ഉണ്ടാക്കി പരീക്ഷിക്കുന്നത് മാത്രം പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഇടപെടുക. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പല പണികളും ചുറ്റോട് ചുറ്റോട് ഈ പോളിടെക്നിക്കിൻ്റെ എല്ലാ സ്ഥലങ്ങളും പുസ്തകം വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പ്രിൻസിപ്പൽ VSS ഗോപാലനാണ് രാവിലെ 6 മണിക്ക് വരും അത് ഇൻസ്പെക്ട് ചെയ്യാൻ. തോട്ടക്കാർ പണിയെടുക്കുന്നുണ്ടോ, പിന്നെ വരാൻ പറഞ്ഞ കുട്ടികൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതൊരു നല്ലൊരു കാര്യമായിരുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ അദ്ദേഹം ഇവിടുന്ന് സർവീസ് വിട്ടിട്ട് ആന്ധ്രയിൽ പോവുകയും ചെയ്തു. പിന്നീട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടോ അല്ല അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അതായത് അന്നൊക്കെ ഇവിടെ വന്ന് പഠിക്കുക എന്നുള്ളത് അത്രയും ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. അത് അതിനനുസരിച്ചുള്ള പണികളൊക്കെ അന്ന് കിട്ടിയിട്ടുമുണ്ട്. ഇവിടെ തന്നെയായിരുന്നു രാഘവന്മാരുടെ ബാക്കി എല്ലാവരുടെ ജൂനിയർ ആൾക്കാരാണ്. രാഘവന്മാരുടെ സീനിയർ, ബാക്കി എല്ലാവരുടെ അങ്ങനെയാണുള്ളത്. ഇപ്പോൾ അവരെ ഇവിടെ കണ്ടുകൂട്ടാനിടയായി. പിന്നെ നിങ്ങളെ ചില പല ആൾക്കാരും സുഹൃത്തുക്കളോട് എല്ലാവരും ഇന്ന് കാണാനുള്ള അവസരം തന്നു. വളരെ നന്ദി. സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരും നിങ്ങൾ ഉൾപ്പെടെയാണ്. കാരണം നിങ്ങളും ഞങ്ങളെപ്പോലൊക്കെ ഇപ്പോൾ റിട്ടയർ ചെയ്ത് സ്വസ്ഥമായിട്ട് തൊഴിൽ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ പലരും. അപ്പോൾ നിങ്ങളും ഞങ്ങളൊക്കെ ഇപ്പോൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്ത് പറയാം, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സ്ഥാപനമായിട്ട് വളരെയധികം ബന്ധമുള്ള വ്യക്തിയാണ്. ഞാൻ 1974 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ചേർന്നു ലെക്ചറായിട്ട്. അതിൻ്റെ ഹെഡ് ഓഫ് സെക്ഷൻ, പ്രിൻസിപ്പൽ എന്നീ പോസ്റ്റുകളിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് ഒരു യാദൃശ്ചികമായിട്ടുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിദ്യാഭ്യാസ ഡിഗ്രി അല്ലെങ്കിൽ മാർക്ക് തീരെ കാര്യമില്ല എന്നാണ് ഞാൻ.
അതിൽ കുറച്ച് ഭാഗ്യവും വേണം. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ ജീവിതത്തിൻ്റെ ഉന്നത നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ പലർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ പഠിക്കുന്ന കാലത്ത് വളരെ മോശമാണെന്ന് കരുതിയിരുന്നു പല ആൾക്കാരും. അതിനുശേഷം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പല ജോലികളും സമ്പാദിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം ഉന്നത നിലവാരത്തിലെത്തുന്ന വ്യക്തികൾ ഉണ്ട്. ഇവിടെ തന്നെ ഞങ്ങൾ സാധാരണ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ജയിലും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. എനിക്ക് വളരെയധികം ബന്ധമുള്ള സ്റ്റുഡൻ്റായിരുന്നു. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ജയിലിനെ ഞാൻ അറിയും. ജയിലും എന്നെ കഴിയുന്ന ചില സഹായങ്ങളൊക്കെ ജയിലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് നല്ല നിലയിലെത്തി എന്നെ ഒന്ന് കാണുകയും ചെയ്തിട്ടുള്ള സമയത്ത് ആ ഒരു ഉദാഹരണമാണ്. ജയില് മാത്രമല്ല, ഇവിടെ പലരും പഠിക്കുന്ന സമയത്ത് അത്രയധികം ശോഭിക്കാത്ത പല ആൾക്കാരും അതിനുശേഷം പഠനശേഷം നല്ല നല്ല നിലകളിൽ എത്തിച്ചേർന്നു. അത് നല്ലൊരു കാര്യമാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ ആ ക്ലാസ്സിലുള്ള ചില കൃതികളോ അതൊക്കെ ഒരു ചെറുപ്പത്തിൻ്റെ ഒരു ഇതായിട്ടാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഗുരുക്കന്മാരെ സ്നേഹിച്ചവരും അതുപോലെ ബഹുമാനത്തെ കുറിച്ചുള്ള എന്തായാലും ഭാവിയിൽ നല്ല നിലയിൽ എത്തിച്ചേരുമെന്നത് സംശയമില്ല. അത് പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ നിൽക്കുന്നത് നിങ്ങളെ ഉപദേശിക്കാനല്ല. നിങ്ങളും ഞങ്ങളെ പോലെ ഞങ്ങളുടെ ഏതാണ്ട് കുറേ പ്രാരംഭങ്ങളായിട്ട് സുഖജീവിതം നയിക്കുകയാണ്. എന്നിരുന്നാലും ഈ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പലരും സൂചിപ്പിച്ചു. അതൊരു ഞങ്ങൾക്ക് ഒരു വളരെ നല്ല അനുഭവമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ 74 വന്ന് ചേർന്ന് ജോയിൻ ചെയ്ത സമയത്തുള്ള പല സഹപ്രവർത്തകരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരുടെ വീണ്ടും അവരുടെ സൗഹൃദം പുതുക്കാനും പഴയ കാലങ്ങളെ പറ്റി ഓർക്കാനും എനിക്ക് സാധിച്ചു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ സാധിച്ചു. അതിൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേക ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. നിങ്ങളെ അതുപോലെ നിങ്ങളുടെ ഇവിടെ തന്ന സമർപ്പിച്ച ആ ഉപഹാരവും അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിച്ചില്ല. സ്ഥലപ്രവർത്തകർ പലതും ഇവിടെ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. അതൊക്കെ കേട്ട് നിങ്ങൾ അതിനുശേഷം നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളെ ബോധിപ്പിക്കും. അതുണ്ടാകുമെന്ന് കേട്ട് നമുക്ക് ഇന്നത്തെ ദിവസം സന്തോഷപൂർവ്വം ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം. ആദ്യമായി ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ സംഘാടകർ വളരെ ബുദ്ധിമുട്ടിട്ടുണ്ടാകും. കാരണം ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടെയുള്ള ജോലിക്കാരും അതേപോലെ വിദ്യാർത്ഥികളും പലപ്പോഴും വളരെ ദൂരെ നിന്ന് വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഉണ്ടാകും. കാരണം ഇപ്പോൾ തന്നെ അന്നത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞത് ഏകദേശം 40 പേരെ എത്തിയിട്ടുള്ളൂ. അധ്യാപകർ അതിനകത്ത് 10 പേരിലധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഘാടകർ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതുപോലെ ഭാവിയിലും പരിപാടി സംഘടിപ്പിക്കാൻ ഈ ഭാഗമാനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന പഴയ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം പേരെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല.
കുറച്ചുപേരെ സംസാരിക്കുന്നത് മിസ്റ്റർ കൃഷ്ണദാസിനെ തിരിച്ചറിയാൻ കഴിയും. അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു എന്ന് ഓർക്കുന്നു. അദ്ദേഹത്തിന് അവരുടെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്നതാണ് സംഘടിപ്പിച്ചത്. എനിക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഗുരുവന്ദന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. എനിക്ക് ഇതുവരെ അങ്ങനെയൊരു അവസരം ഉണ്ടായിട്ടേ ഇല്ല. ഞാനെങ്കിലും ഇങ്ങനെ ഒരു ആദരം സ്വീകരിക്കുന്നതിന് അർഹതപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് വളരെ സന്തോഷിക്കുന്നു. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു മുഴുകൂട്ടിയാണ് ആയിട്ട് നമ്മൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് കണ്ടവരും ഇന്നും ഞങ്ങൾ ഓർമ്മിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഹൃദയമാണ് ആളെന്ന് ഗുണപ്പെട്ട് തേടിപ്പിടിച്ച് ഈ ഒരു വേദിയിൽ ക്ഷണിച്ചതിനും അനേകമായ നന്ദി. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ടത്, രണ്ടേ രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണില്ല. ഒന്ന്, ഞാനിവിടെ ആദ്യമായിട്ട് ജോലി ചെയ്തിരുന്നപ്പോൾ ഇപ്പോൾ 7 വർഷം കഴിഞ്ഞപ്പോൾ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് ഇവിടെ എല്ലാവരും വിദ്യാർത്ഥികളെ എല്ലാം കൂടെ തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയാണ്. പലരും എന്നേക്കാൾ പ്രായം കൂടിയവരുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്നേക്കാൾ 10 വയസ്സ് ഉള്ളവരാണ് ഉള്ളത്. പക്ഷെ എനിക്കും അറൗണ്ട് 60 എന്നുള്ള അത് വെച്ചോണ്ട് ആരായാലും നമുക്ക് വിദ്യാർത്ഥി എൻ്റെ കൂടെ ജോലികൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. മറ്റൊരു കാര്യം ചെറിയ നിരാശയാണ്. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അതിലെന്ത് ചെയ്യുന്നു, ഏത് നിലയിൽ എത്തി എന്നറിയാനുള്ള ഒരു ആഗ്രഹം അതിനകത്തുണ്ട്. അതിന് നടക്കുമ്പോഴാണ് എനിക്കറിയില്ല. നടക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും അധ്യാപകരായിട്ട് ജോലി ആരംഭിച്ചു. ആ മേഖലയിലേക്ക് എനിക്ക് അവസാനിപ്പിക്കുകയും ഒരാൾ രാമകൃഷ്ണൻ അതിനെ പേരൊഴിച്ച് പോയി ബാക്കി എല്ലാവരും ആ മേഖലയിലേക്ക് കഴിയുന്നതാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല വ്യത്യസ്തമായ മേഖലകൾ എവിടെ നിന്ന് പോയ വിദ്യാർത്ഥികൾ അവർ ജീവിതത്തിൽ എവിടെ എത്തി എന്നറിയാനുള്ള ആ സന്തോഷിക്കാനുള്ള അവസരം അത് ഉണ്ടാകുകയാണ് കാണുന്നത്. അത്രമത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിൽ മറ്റൊരു കാര്യം പലപ്പോഴും ഞാൻ കാണാൻ ആഗ്രഹിച്ച പലരെയും പഴയ സഹപ്രവർത്തകരെയും ഇന്നത്തെ ആൾക്കാരെയും കാണാൻ സാധിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നത് നന്ദിയുണ്ട്. സഹപ്രവർത്തകരായിരുന്ന ബഹുമാന്യ സുഹൃത്തുക്കളെ, അന്നത്തെ വിദ്യാർത്ഥികളായി തിരിച്ചറിയാൻ പറ്റാത്ത വിധം വലിപ്പം കൂടിയ എല്ലാവരെയും കാണുന്നത് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നതിൽ നിങ്ങളോടെല്ലാം വളരെ നന്ദി ആദ്യം പ്രകാശിപ്പിക്കുകയാണ്, പ്രത്യേകിച്ചും സോമനോട്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം മലപ്പാട് പോളിടെക്നിക്കിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം വീണ്ടും 10-15 കൊല്ലം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തു. അവസാനം ഈ സോമൻ്റെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് വിട്ടു കുറച്ച് നാൾ. അങ്ങനെ സോമനുമായിട്ട് വളരെ ഒരു അറ്റാച്ച്മെൻ്റ് ആയി. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും 4 കൊല്ലം 4-4.5 കൊല്ലത്തോളം വർക്ക് ചെയ്തു. 72 മുതൽ 76 അവസാനം വരെ വന്ന കാലത്ത് വളരെ പ്രഗത്ഭനായ പ്രിൻസിപ്പലിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തത്, കോമൻ നായർ സാർ. നിങ്ങൾക്ക് അറിയാം എന്നെനിക്ക് തോന്നുന്നു. പോയ സമയത്ത് രാഘവൻ സാറാണ് ഞങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടത്. ഇവിടുന്ന് ഞങ്ങൾ 5 പേരാണ് തൃശ്ശൂർ MKയിലേക്ക് പോയത്. ഞാൻ, സുബ്രഹ്മണ്യ അയ്യർ ഇലക്ട്രിക്കലിൽ നിന്ന്, മിസ്റ്റർ ജനാർദ്ദനൻ, രാധാകൃഷ്ണൻ നായർ സിവിലിൽ, ഇത്രയും പേരാണ് ഇവിടെ നിന്ന് പോയത്.
ഒരുപക്ഷെ എനിക്കിവിടെ ഈ 4 കൊല്ലത്തെ കാലഘട്ടം വളരെ വളരെ സന്തോഷപ്രദമായ ഒരു കാലഘട്ടമായിരുന്നു. എൻ്റെ കൊച്ചുമക്കളുടെയൊക്കെ വിദ്യാഭ്യാസം ആരംഭിച്ചത് ഇവിടെയാണ്. മക്കളുടെ വിദ്യാഭ്യാസം ഈ സെൻറ് മൈക്കിൾസ് സ്കൂളിൽ താമസത്തിനടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സ് മാതിരിയുള്ള ഒരു സ്ഥലത്ത് അടുത്ത് രാഘവ സാറ്, മാധവ സാറ് ഇങ്ങനെയൊക്കെയുള്ളവരായിട്ടുള്ള കോണ്ടാക്ട്. അതിനുശേഷം ഇപ്പോഴും ഞങ്ങൾ മിക്കവാറും എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടെ ഒന്നിച്ച് കാണാൻ സൗകര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള താമസ സ്ഥലമാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ ഏരിയാസൊക്കെ ഉൾപ്പെടെ എന്നോട് പറഞ്ഞു, സാറിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടൊന്നുമില്ല, ഏതാണ്ട് പണി അതേമാതിരിയൊക്കെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. വലിയ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. ഇവിടെ എൻ്റെ സഹപ്രവർത്തകരെയൊക്കെ കാണുമ്പോൾ രാധാകൃഷ്ണൻ നായരെയൊക്കെ, രാധാകൃഷ്ണൻ, അതുപോലെ നായിക്ക്, KP പോത്തൻ സാറിൻ്റെ ഇനീഷ്യലാണ് എനിക്ക് കൂടുതലായിട്ട് പരിചയം. 40 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഉണ്ടായതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്, വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങളോട് എല്ലാവരോടും അതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അന്ന് ഈ പഠിപ്പിക്കൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ടീച്ചിങ്ങിനേക്കാളും അതിനോട് ഒത്തു തന്നെ NCC ഓഫീസർ കൂടി ആയിരുന്നു എന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഇതിന് ശേഷം ഉണ്ടായില്ല. NCC ഓഫീസർഷിപ്പൊക്കെ അതിന് ശേഷം അങ്ങോട്ട് മാറ്റിവെച്ചു. പിന്നെ വലപ്പാട് പോളിടെക്നിക്കിൽ നിന്ന് അവസാനം റിട്ടയർ ചെയ്ത് പ്രിൻസിപ്പലായിട്ട് അങ്ങനെ അതിന് ശേഷവും വീണ്ടും വർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടി. നിങ്ങളെയൊക്കെ ഇതേമാതിരിയുള്ള ഒരു സംഗമം സംഘടിപ്പിച്ചെടുക്കുന്നതിന് ഉള്ള പ്രയാസം ഏതാണ്ടൊക്കെ എനിക്കും കുറച്ചറിയാം. ഞാൻ MTIയിൽ ഇതേമാതിരിയുള്ള ചില സംഗമങ്ങളൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. 2-3-4 ഈയിടെ ഞങ്ങൾ സംബന്ധിക്കാനിടയായി. അവിടുത്തെ പഴയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും സീനിയർ സിറ്റിസൺ ആയിട്ടുണ്ട്. 60 വയസ്സിനോട് അടുത്തിട്ടുണ്ടാവണം. 57 രാഘവർ പറഞ്ഞ മാതിരി 57-58 വയസ്സൊക്കെ ആയി കണക്കൂട്ടി കഴിഞ്ഞാൽ അപ്പോൾ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് മക്കളുടെ മക്കളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ കാലയളവ് പലരെയും കണ്ടിട്ട് പലരും ഇപ്പോഴും വളരെ ബിസി ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആക്ടിവിറ്റീസ്. ഈ സോമനൊക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഔദ്യോഗിക ജീവിതകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ബിസിയാണ് ഇപ്പോഴും സോമൻ. എനർജി കൺസർവേഷന്റെ കേരളത്തിലെ ഒരു വക്താവാണ് സോമൻ. തൃശ്ശൂര് മീറ്റിങ്ങുകളും സെമിനാറുകളും സംഘടിപ്പിച്ച് അതിൻ്റെ ഒരു കാലനായി തീർന്നിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിൽ എല്ലാവരും ഉണ്ട്. അതുപോലെ ഇന്നിവിടെ വരാൻ സാധിക്കാത്ത പലരും, സഹപ്രവർത്തകർ എല്ലാവരെയും കാണാൻ സാധിച്ചിട്ടില്ല. ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന ഇന്ദിരാ ഗ്രൂപ്പ് സാർ, ഇങ്ങനെ പലരുമുണ്ട്. അവരെ കുറേയൊക്കെ കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാഗവതങ്ങളും ആശംസിക്കുന്നു, മംഗളം ആശംസിക്കുന്നു. നല്ലത് വരട്ടെ. അധ്യാപക വിദ്യാർത്ഥി നിങ്ങളുമായിട്ട് ഞാൻ വളരെ കുറച്ച് കാലത്തായി പറ്റിയത് 5-6 മാസം എങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചതിലും ഈ ഫംഗ്ഷൻ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഒരു അധ്യാപകരുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരാണ്. അതിൽ ഞങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ധാരാളം ശിഷ്യസമ്പത്തുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും എല്ലാ ഭാഗത്തും സന്ദർഭം ഉണ്ടാക്കി തന്നതിനെ വളരെ ഹൃദയംഗമായി ഞാൻ ഏതാണ്ട് 69 തുടങ്ങി 84 വരെ ജോലി ചെയ്തു. ആ കാലയളവിലെ വിദ്യാർത്ഥി രംഗത്ത് പരിചയമായിട്ടുണ്ട്. അത് ഇപ്പോൾ തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവിടെ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ അന്തരീക്ഷം വളരെ കോമണായ സമയത്താണ് പറഞ്ഞത്. അദ്ദേഹം വളരെ പക്ഷെ എനിക്കൊരു പ്രശ്നമാണ്.
നിങ്ങളെല്ലാവരെയും സ്നേഹത്തിൻ്റെ പേരിൽ മുന്നേറ്റുന്ന സന്ദർഭമാണ് തന്നത്. ഞാൻ നിങ്ങൾക്ക് നന്ദി പറഞ്ഞു. വളരെ കാലമായിട്ട് കാണാൻ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അതിൽ കൂടുതലായിട്ട് നിങ്ങളോട് പറയാം. നിങ്ങളുടെ സ്നേഹത്തിന് ആളുകൾ വളരെയേറെ നന്ദിയുണ്ട്. വളരെ സന്തോഷം. നിങ്ങൾക്കെല്ലാം ഭാവങ്ങളും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ അധ്യാപകരോ വിദ്യാർത്ഥികളോ അല്ല. അതേസമയം ഹൈലി ക്വാളിഫൈഡ് എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസാണ്. അത് നമ്മൾ എല്ലാവരും ഓർക്കണം. അതിന് പഴയ ഏതാണ്ട് 38 കൊല്ലം മുമ്പ് കണ്ടവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഒരു അവസരം ഉണ്ടാക്കിയ എൻ്റെ മുമ്പിലിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി എൻ്റെ സന്തോഷമായിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ മാതൃഭൂമി വായിച്ചാണ് ചൈനക്കാർ പറയുന്നു ഇന്ത്യൻ പ്രൊഫഷണൽസ് എക്സ്പീരിയൻസ്ഡ് ടെക്നിക്കൽ പ്രൊഫഷണൽസ് ആണ് ഏറ്റവും വലുത്. അമേരിക്കയിലേക്ക് അയക്കുന്നത് ഇവിടുന്ന് തന്നെയാണ്. അപ്പം ചൈന പറയുന്നത് ചൈനയിൽ അവർക്ക് പ്രോഡക്ട്സ് ഇത് സെല് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഒരു ഗ്രൂപ്പിനെ കിട്ടണം. അത് ഇന്ത്യയിൽ നിന്ന് ഹൈലി പ്രൊഫഷണൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ അവരിറക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു വലിയ എക്സ്പെർട്ടസിന്റെ ഉടമകളാണ്. അത് ഉപയോഗിക്കാൻ നിങ്ങൾ കൂട്ടാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങൾ അതുകൊണ്ട് ഇനി ഉപയോഗിച്ച് നിങ്ങളുടെ സൊസൈറ്റിക്കും ബാക്കിയുള്ളവർക്കും നിങ്ങൾ സ്വായത്തമാക്കിയ ആ എക്സ്പീരിയൻസ് പകർന്നു കൊണ്ട് അതിനൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു. ആരാധകരായ സഹപ്രവർത്തകരെ, വേദിയിലിരിക്കുന്ന മറ്റുള്ള സുഹൃത്തുക്കളെ, ആദ്യമായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് നിൽക്കുവാൻ അവസരം സൃഷ്ടിച്ചു തന്ന എല്ലാവരോടും ഹൃദയപൂർവ്വമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് അധികമൊന്നും പറയാനില്ല. എൻ്റെ വിഷൻ എന്നൊരു വാക്ക് അവസാനിപ്പിക്കാൻ പോവാണ്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് പലതും കിട്ടുന്നുണ്ട്. ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വളരെ പരിപാലനമായിട്ടുള്ള ബന്ധമാണ്. നമ്മിനെ പലതരത്തിൽ പ്രസിദ്ധമായ ബന്ധമാണ്. നമുക്ക് ചെടികൾ പുറത്തുള്ളൂ. ഈ ഒരു ബന്ധം നമുക്ക് എല്ലാ രീതികളിലും കാണാം, എല്ലാ തരത്തിലും കാണാം. അതുകൊണ്ട് പ്രകൃതിയെ ദിവസത്തെ കഴിവട്ടങ്ങൾ സ്മരിക്കാതെ ദിവസം കളയരുത്. ഇനി നമുക്ക് പറഞ്ഞു ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കളെ വളർത്തണം, മക്കളുടെ മക്കളെ വളർത്തണം. ഇവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഉപദേശം ഇത് മാത്രമാണ്. ഇതിനെ ഒരിക്കൽ കൂടി താല്പര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ സംസാരിക്കാനുമുള്ള അവസരം ലഭിക്കുന്ന നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു. നല്ലത് വരട്ടെ. മധുരിക്കും ഓർമ്മകളിൽ മലർമഞ്ചൽ കൊണ്ടുവരും, കൊണ്ടുപോകും ഞങ്ങളെ ഈ മഞ്ചുവെട്ടി, ഞങ്ങളെ ഈ മഞ്ചു. ഈ മഞ്ചുവെട്ടിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ KGPT. ഈ KGPTയോട് നിങ്ങൾ സലാം പറഞ്ഞിട്ട് ഏതാണ്ട് 40 വർഷമായി. ആ സ്ഥാപനത്തിൽ പഠിക്കുമ്പോഴുണ്ടായ ആ മധുരിക്കുന്ന ഓർമ്മകളാണ്. നിശ്ചയമായിട്ടും 40 വർഷത്തിന് ശേഷം നിങ്ങളെ വീണ്ടും ഈ സ്ഥാപനത്തിൻ്റെ ഈ അങ്കണത്തിൽ എത്തിച്ച് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എനിക്കിപ്പോഴും നിങ്ങൾ വിദ്യാർത്ഥികൾ തന്നെയാണ്. കാരണം നമ്മൾ ആ ആഞ്ചൂട്ടിലെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കേരള ഗവൺമെൻറ് പോളിടെക്നിക് അത് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അവിടെ പഠിച്ചിറങ്ങിപ്പോയ ഒരു വിദ്യാർത്ഥിക്കും
ആ സ്ഥാപനത്തെ വെറുക്കുവാൻ കഴിയത്തില്ല. അതൊരു മതിരിക്കുന്ന ഓർമ്മയാണ്. പല കാലഘട്ടങ്ങളിലായിട്ട് 5, 6, 10 അതിൽ കൂടുതൽ കാലം ഇവിടെ ജോലി ചെയ്താൽ വീണ്ടും മറ്റ് പോളിടെക്നിക്കിലേക്ക് സ്ഥലം മാറിപ്പോയ അധ്യാപകരുണ്ട്. അവരോട് ചോദിച്ചാലും പറയും KGPT ഒരു മതിരിക്കുന്ന ഓർമ്മയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും പരസ്പരം പ്രകടിപ്പിക്കുന്ന ഒരു ആത്മാർത്ഥമായ സ്നേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം കോളേജ് എൻ്റെ പെറ്റമ്മയാണെങ്കിൽ പോളിടെക്നിക്ക് എൻ്റെ പോറ്റമ്മയാണ്. പലപ്പോഴും പെറ്റമ്മയെക്കാട്ടിൽ കൂടുതൽ സ്നേഹവും കടപ്പാടും പോറ്റമ്മയോടായിരിക്കും. എൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സ്ഥിതി. എനിക്ക് കൂടുതൽ സ്നേഹം ഈ സ്ഥാപനത്തോട് തന്നെ. സമയമറിഞ്ഞത് പേശിതയിൽ നിന്ന് തമിഴിൽ ഒരു ചൊല്ലുണ്ട്, സമയമറിഞ്ഞ് സംസാരിക്കണം,